എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ് എന്താണെന്നും ഒരു സബ് എഡിറ്ററുടെ ജോലി എന്താണെന്നൊക്കെ നമ്മൾ പല ക്ലാസ്സുകളിൽ പല സമയങ്ങളിൽ പറഞ്ഞു പോയിട്ടുള്ളതാണ്. ക്വാളിറ്റി പറഞ്ഞതാണ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്താണ് അദ്ദേഹം ചെയ്യുന്ന പ്രോസസ്സ് എന്നുള്ളതാണ്. കാരണം എഡിറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു ജോലിയാണ്. ആർക്കും യഥേഷ്ടം ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല. വളരെ സ്കിൽഫുള്ളായിട്ടുള്ള, അതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള, അതിന് പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മൾ ഈ പറയുന്ന എഡിറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് ചെയ്യുന്ന വ്യക്തിയാണ് സബ് എഡിറ്റർ. അപ്പോൾ അദ്ദേഹത്തിന് വളരെ നല്ല ലാംഗ്വേജ് സ്കില്ലുണ്ടായിരിക്കണം. പത്രം ഏത് ഭാഷയിലാണോ ഇറങ്ങുന്നത് ആ ലാംഗ്വേജിനെ കുറിച്ച് നല്ല ധാരണയുള്ള വ്യക്തിയായിരിക്കണം. കാരണം കൺജങ്ഷൻസ്, അതുപോലെ തന്നെ പ്രൊനൗൺസിയേഷൻ, അതുപോലെ തന്നെ സ്പെല്ലിങ്, ഗ്രാമാറ്റിക്കൽ എറേഴ്സ്, ഇതൊക്കെ കണ്ടെത്തേണ്ട, തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തേണ്ട വ്യക്തിയാണ് സബ് എഡിറ്റർ. അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് വളരെയധികം നോളജുള്ള ആളായിരിക്കണം. അല്ലാതെ എഴുതാൻ ആർക്കും പറ്റും. കാരണം അതിനിപ്പോൾ നമുക്ക് തെറ്റ് പറ്റിയാലും അത് തിരുത്താൻ ഒരാളപ്പുറത്ത് ഉണ്ട് എന്നുള്ള ബോധ്യം നമ്മളെ കൂടുതൽ കെയർലെസ് ആക്കുകയുള്ളൂ എഴുതുന്നത്. കാരണം എന്താ വെച്ചാൽ തെറ്റിയാലും കുഴപ്പമില്ല എന്നുള്ളൊരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടല്ലോ. അപ്പോൾ അതേ പ്രശ്നം തന്നെയാണ് ഇവിടെ ഒരു റിപ്പോർട്ടർക്കും എഡിറ്റർക്കും തമ്മിൽ വരുന്ന വ്യത്യാസം. റിപ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും എഴുതാം, എന്തും എഴുതാം. എഡിറ്ററെ സംബന്ധിച്ചിടത്തോളം സ്പെല്ലിങ്, ഗ്രാമർ, വ്യാകരണം, അതിൻ്റെ ഉച്ചാരണം, അതുപോലെ തന്നെ ഭാഷയിൽ അതെങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അതിനെ കൊളോക്കിയൽ ലാംഗ്വേജിൽ നിന്നൊരു അച്ചടി ഭാഷയിലേക്ക് മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്തം, ലിബൽ വരാതെ നോക്കേണ്ട ഉത്തരവാദിത്തം, ആക്യുറസി ഉണ്ടോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്തം. ഒപ്പം ഇതെല്ലാം നോക്കിക്കഴിഞ്ഞിട്ടും പത്രത്തിൻ്റെ മാനേജ്മെൻറ്റിന് തൃപ്തികരമാകുന്ന രീതിയിൽ എഴുതി എന്ന് ഉറപ്പാക്കണം. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സബ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്, എഡിറ്ററുടെ ജോലി എന്ന് പറയുന്നത് വളരെ ഈസിയാണെന്നുള്ള ഒരു ധാരണ നമുക്ക് ആർക്കും വേണ്ട. കാരണം വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് അവരോരോന്നും ചെയ്യുന്നത്. കാരണം പേജ് സെറ്റ് ചെയ്യുന്നത്, അതെവിടെ വരണം, എങ്ങനെ വരണം എന്നൊക്കെ തീരുമാനിക്കപ്പെടുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അവർ അവരുടേതായിട്ടുള്ളൊരു എക്സ്ട്രാ എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരിട്ട് എഡിറ്റിംഗ് പ്രോസസ്സ് എന്ന ഈ ചാപ്റ്ററിലേക്ക് പോവാം. എന്താണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ജനറൽ റൂൾസ് ഫോർ എഡിറ്റിംഗ് എന്നുള്ളൊരു ഭാഗമാണ്. ഒരു എഡിറ്റിംഗ് നടത്തുമ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കേണ്ട, സബ് എഡിറ്റർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുക. 11 റൂൾസാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. ആ 11 എണ്ണവും ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്കൊരു നല്ല എഡിറ്റർ ആവാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണെന്നും അതിലേക്കുള്ള പ്രോസസ്സിലേക്കുള്ളൊരു പോക്കും നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുൻപ് HW നെവിൻസൺ എന്ന് പറയുന്ന ഒരു റൈറ്റർ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഡിറ്റിങ്ങിനെ കുറിച്ചൊരു വാചകം എഴുതിയിട്ടുണ്ട്. ആ വാചകം ഒന്ന് വായിക്കാം. എനി ഫൂൾ ക്യാൻ റൈറ്റ്, ബട്ട് ഓൺലി എ ഹെവൻ ബോൺ ജീനിയസ് ക്യാൻ എഡിറ്റ്. ഏത് പൊട്ടനും ഏത് വിഡ്ഢിക്കും എഴുതാം, പക്ഷേ സ്വർഗീയമായിട്ടുള്ള ഒരു സകല കല വല്ലഭന് മാത്രമേ, അല്ലെങ്കിൽ ഒരു ജീനിയസിന് മാത്രമേ എഡിറ്റിംഗ് നടത്താൻ പറ്റുള്ളൂ. എഴുതുന്നത് എളുപ്പമാണെന്നാണ് നെവിൻസൺ അവകാശപ്പെടുന്നത്. എഡിറ്റിംഗ് ആണ് ഏറ്റവും ബുദ്ധിമുട്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എഡിറ്റിംഗ് ബിഗിൻസ് ദ മൊമെൻറ്റ് എ റിപ്പോർട്ടർ കമ്പോസസ് എ സ്റ്റോറി, ആൻഡ് ദിസ് പ്രോസസ് കണ്ടിന്യൂ ടിൽ ദ റിപ്പോർട്ട് അപ്പിയേഴ്സ് ഓൺ ദി ന്യൂസ് പേപ്പർ. ദി സബ് എഡിറ്റർ അറ്റ് ദി ഡെസ്ക് കെയർ ഫോർ ലാംഗ്വേജ്, ക്ലാരിറ്റി ഓഫ് തോട്ട് ആൻഡ് എക്സ്പ്രഷൻ, ആൻഡ് ആക്യുറസി. The sub-editor who plays a key role in the editing process has been described as a midwife to the story, the most useful person in a newspaper, and the unsung hero of a newspaper.
sub-editor and copy editor means the same, but former is used in India and UK and the later is popular in US. അപ്പോൾ കോപ്പി എഡിറ്റർ എന്ന് പറഞ്ഞാലും സബ് എഡിറ്റർ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. കോപ്പി എഡിറ്റർ യു കെയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടെർമിനോളജിയാണ്. എഡിറ്റിംഗ് ചെയ്യുന്ന വ്യക്തിയെ സബ് എഡിറ്റർ എന്ന് വിളിക്കുന്നു. യു കെയിൽ നിന്നാണ് നമുക്ക് ഇംഗ്ലീഷ് പകർന്ന് കിട്ടിയത് എന്നുള്ളത് കൊണ്ടും ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഉൾപ്പെടെ ബ്രിട്ടൻ്റെ കോൺട്രിബ്യൂഷനാണ് എന്നുള്ളത് കൊണ്ടും നമ്മളും അതേ ഫോർമാറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്, സബ് എഡിറ്റർ. എന്നാൽ യു എസിലൊക്കെ സബ് എഡിറ്റർ എന്നൊരു പദവിയില്ല, കോപ്പി എഡിറ്ററാണ്. കോപ്പി അടിക്കുന്ന ആളെന്നല്ല കോപ്പി എഡിറ്ററുടെ അർത്ഥം. കോപ്പി എന്ന് വെച്ചാൽ അബ്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ഫോർമാറ്റ് എന്താണോ അതിനെയാണ് കോപ്പി എന്ന് പറയും. അത് എഡിറ്റ് ചെയ്യുന്ന ആളാണ് കോപ്പി എഡിറ്റർ. കോപ്പി എന്ന് പറഞ്ഞാൽ എന്തുമാവാം, വാർത്തയാവാം, അഡ്വർടൈസ്മെൻ്റ് ആവാം, എല്ലാത്തിനും കോപ്പി എന്നാണ് പറയും. നമ്മളെന്താണോ പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്, നമ്മളെന്താണോ പ്രിൻറ്റിങ്ങിന് വിടുന്നത്, അതിനെയാണ് കോപ്പി എന്ന് വിളിക്കുക. അപ്പോൾ അതുകൊണ്ട് യു എസിലൊക്കെ കോപ്പി എഡിറ്റർ എന്ന് പറയും, നമ്മളിവിടെ സബ് എഡിറ്റർ എന്ന് പറയും. രണ്ടും സെയിം തന്നെയാണ്, സെയിം പ്രോസസ്സ് തന്നെയാണ്, സെയിം പേഴ്സണാലിറ്റി തന്നെയാണ്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ അദ്ദേഹം ഒരു അൺസങ് ഹീറോ ആണ്, മിഡ് വൈഫ് ഓഫ് ദ സ്റ്റോറിയാണ്, അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇൻ ന്യൂസ് പേപ്പർ. ശരിയാണ്, ഈ പറഞ്ഞിരിക്കുന്ന 3 വിശേഷണവും ആൾക്ക് ഉതകുന്നത് തന്നെയാണ്. കാരണം സ്റ്റോറിയുടെ മൊത്തം ക്രിയേറ്റിവിറ്റി അദ്ദേഹത്തിൻ്റെയാണ്. ആ സ്റ്റോറി എങ്ങനെ ആളുകൾ വായിക്കണം, എന്തായിരിക്കണം അതിൻ്റെ ടോൺ, എന്ത് സിമ്പത്തറ്റിക് ആൻഡ് എംപത്തറ്റിക് ഫീലിംഗ് ആണ് അതിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടത്, ഇതൊക്കെ തീരുമാനിക്കുന്നത് അദ്ദേഹമാണ്. വാർത്ത വായിക്കണോ എന്ന് തീരുമാനിക്കുന്നത് സബ് എഡിറ്ററാണ്. നല്ലൊരു ഹെഡ്ലൈൻ ഇല്ലെങ്കിൽ, ക്യാച്ചി ഹെഡ്ലൈൻ ഇല്ലെങ്കിൽ ആരും വാർത്ത തിരിഞ്ഞു നോക്കില്ല. അപ്പോൾ ഈ കഷ്ടപ്പെട്ട ആ വാർത്ത ഉണ്ടാക്കി കൊണ്ടുവന്ന റിപ്പോർട്ടർ ബുദ്ധിമുട്ടിലായിപ്പോവും. ഇനി അത് പ്രിൻ്റ് ചെയ്യപ്പെടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് സബ് എഡിറ്ററാണ്. അപ്പോഴും ഇത് ഉണ്ടാക്കി കൊണ്ടുവന്ന റിപ്പോർട്ടർക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ഏറ്റവും വലിയൊരു പ്രത്യേകത അൺസങ് ഹീറോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പാടി പ്രകീർത്തിക്കപ്പെടാത്ത നായകൻ. എന്തുകൊണ്ടാണ് അതങ്ങനെ പറയുന്നതെന്നറിയോ? നിങ്ങൾ ഏതെങ്കിലും ഒരു പേപ്പർ എടുത്തിട്ട് വായിച്ചു നോക്കുക. മിക്ക ലേഖനങ്ങളുടെ മുകളിലും മിഥുൻ എം കുര്യാക്കോസ്, സന്തോഷ് ജോൺ തൂവൽ, ബിപിൻ ചന്ദ്രൻ, അങ്ങനെ ഓരോരുത്തരുടെ പേര് എഴുതിയിട്ടുണ്ടായിരിക്കും. ആ എഴുതിയിരിക്കുന്ന പേര് അത് എഡിറ്റ് ചെയ്ത ആളുടെ പേരല്ല, ആ റിപ്പോർട്ട് എഴുതി കൊണ്ടുവന്ന ആളുടെ പേരാണ്. ആ റിപ്പോർട്ട് അങ്ങനെ ആയിരിക്കില്ല എഴുതി കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കുക. പക്ഷെ നിങ്ങൾ വായിക്കുമ്പോൾ അതിനൊരു പ്രത്യേക രീതിയിലും പ്രത്യേക ഭംഗിയിലും അതിന് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഡിസൈൻ ചെയ്ത സബ് എഡിറ്ററുടെ പേര് ഒരു സ്ഥലത്തും വരില്ല, എഴുതി കൊണ്ടുവന്ന റിപ്പോർട്ടറുടെ പേര് മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഹീസ് ആൻ അൺസങ് ഹീറോ എന്ന്. Editing can be categorized into different types. Sub-editing ensure that writing is in accordance with industry standards. Sub-editor corrects spelling, grammar, punctuation and syntax. He or she ensure consistency in spelling, hyphenation, numerals, font and capitalization. Corrects inconsistent statement in the passages. Sub-editing is the primary focus of our study in this chapter. 4 ഘട്ടങ്ങളിലൂടെയാണ് എഡിറ്റിംഗ് പ്രോസസ്സ് കടന്നു പോകുന്നത്. ആദ്യത്തേത് സബ് എഡിറ്റിംഗ് ആണ്, പിന്നീട് ലൈൻ എഡിറ്റിംഗ്, മൂന്നാമത്തേത് ക്രിയേറ്റീവ് എഡിറ്റിംഗ്, നാലാമത്തേത് ഡിസൈൻ എഡിറ്റിംഗ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സബ് എഡിറ്റിംഗ് ആണ്. കാരണം സബ് എഡിറ്റിംഗ് രീതിയിലാണ് ഗ്രാമർ, സ്പെല്ലിങ്, പങ്ക്ച്വേഷൻ, ഫോണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തപ്പെടുന്നു. അത് അവിടെ തന്നെ തിരുത്തപ്പെട്ടില്ലെങ്കിൽ പിന്നീട് അത് തിരുത്താനായിട്ടൊരു അവസരം കിട്ടില്ല. അതുകൊണ്ട് സബ് എഡിറ്റിംഗ് തന്നെയാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. അതിൽ തർക്കമില്ല. അപ്പോൾ ആ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്കിലേക്ക് നയിക്കുന്ന മേഖലയാണ് സബ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ നടന്നു പോകണം. സെക്കൻഡ് വൺ ആണ് ലൈൻ എഡിറ്റിംഗ്. Addresses the creative content, writing style, language use at the sentence and the paragraph level. The purpose of line editing is not to detect errors, but it focuses on the way you use language to communicate your story to the reader.
Is your language clear, fluid, and pleasurable to read? Do the words you have chosen convey a precise meaning, or are you using broad generalizations and cliches? Line editing perfects your manuscript's clarity and style. ലൈൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിൻ്റെ ഓരോ വാക്കുകളും ഓരോ കൺജക്ഷനുകളും അതുപോലെ തന്നെ അതിൻ്റെ ഓരോ പോയിൻ്റ് വൈസ് പോയിൻ്റ് അല്ല, ലൈൻ എഡിറ്റിംഗ് ആണ്. ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ്, ഒരു പാസേജ്, അതിനുള്ളിലൂടെ ഒന്ന് കടന്നു പോകുന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജ് അതിന് പറ്റിയ ടോണിലുള്ളതാണോ, സിമ്പതി ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ട അടുത്ത് സിമ്പതി തന്നെയാണോ തോന്നുന്നത്. അതുപോലെ തന്നെ ആ ലൈനുകൾ തമ്മിൽ അല്ലെങ്കിൽ ആ വാചകങ്ങൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത് അല്ലെങ്കിൽ ആ പാസേജ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ പാരഗ്രാഫ് വായനക്കാരന് ആക്സെപ്റ്റബിൾ ആവുന്ന ഒരു റീഡിങ് പ്ലഷർ ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ളതാണോ എന്ന് ചെക്ക് ചെയ്യലാണ് എന്തിലൂടെ സംഭവിക്കേണ്ടത്, ലൈൻ എഡിറ്റിങ്ങിലൂടെ നടക്കേണ്ടത്. അല്ലാതെ അവിടെ സ്പെല്ലിങ്ങിൽ മാറ്റമുണ്ടോന്നോ, പേരുപയോഗിച്ചിരിക്കുന്നത് ശരിയാണോന്നോ, അഡ്രസ്സിങ് ശരിയാണോന്നോ, ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടോന്നോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അവിടെ ഇറേഴ്സ് കണ്ടുപിടിക്കാനല്ല, ടോട്ടാലിറ്റിയിൽ അത് എത്രത്തോളം ഭംഗിയുള്ള ഒരു ലേഖനമായി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ക്രിയേറ്റീവ് എഡിറ്റിംഗ് ഈസ് ദി അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ഫോട്ടോഗ്രാഫ്, headlines, infographics, and other graphic element to appeal to the readers and also grab their attention. Newspapers are in competition with other dynamic and visually rich media. Hence, it is imperative to give a refreshing and novel appearance to the newspaper by creative editing. ക്രിയേറ്റീവ് എഡിറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരു വാർത്ത കാണുമ്പോൾ അതെത്രത്തോളം ക്രിയേറ്റീവ്ലി റിച്ചാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഉപാധിയാണ് ക്രിയേറ്റീവ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. വിച്ച് മീൻസ് നമ്മളിപ്പോൾ ഇവിടെ ഒരു വാർത്ത കിട്ടി, അതിനൊരു ഫോട്ടോഗ്രാഫ് കിട്ടി, അതിനൊരു നല്ല ഹെഡ്ലൈൻ കിട്ടി. പക്ഷേ ഈ ഫോട്ടോഗ്രാഫിൽ തന്നെ 3-4 ഫോട്ടോസ് നമ്മുടെ കയ്യിലുണ്ടാവും. ഇപ്പോൾ വളരെ റീസെൻ്റായിട്ട് നമ്മളുടെ ഉദ്യോഗാർത്ഥികളുടെ സമരം എടുത്തു നോക്കിയാൽ കാണാം. സെക്രട്ടേറിയറ്റിന് മുൻപിൽ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരം നടക്കുകയാണ്. അപ്പോൾ അതിനെതിരെ പോലീസിൻ്റെ ലാത്തി ചാർജ് ഉണ്ടായാൽ, അല്ലെങ്കിൽ നിരാഹാരം കെടുക്കുന്നൊരു ഫോട്ടോ എടുത്താൽ, അതല്ലെങ്കിൽ നേതാക്കൾ ചർച്ചയ്ക്കായിട്ട് മന്ത്രിമാരെ കാണാൻ വരുന്നതിൻ്റെ ഒരു ഫോട്ടോ എടുത്താൽ, ഒന്നിൽ കൂടുതൽ ഫോട്ടോഗ്രാഫ്സ് അവൈലബിൾ ആയിരിക്കും. അതിലേറ്റവും നല്ല രീതിയിലുള്ള ഫോട്ടോ, കാരണം ടി വിയിലൂടെ നമ്മൾ ഈ വാർത്ത കാണുന്നതാണ്, റേഡിയോയിലൂടെ നമ്മളിത് കേൾക്കുന്നതാണ്, ഇൻ്റർനെറ്റ്, സോഷ്യൽ മീഡിയ നമുക്ക് എല്ലാ വിവരങ്ങളും തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിഷ്വലി റിച്ച് ആയിട്ടുള്ള ഒരു വിഭാഗത്തോടാണ് വിഷ്വൽ ഇഫക്റ്റിന് പ്രാധാന്യം കുറവുള്ള ന്യൂസ് പേപ്പർ മത്സരിക്കുന്നത്. അവരുടെ അത്ര വിഷ്വൽസ് നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ആഡ് ചെയ്യുന്ന വിഷ്വലും കൊടുക്കുന്ന ടൈറ്റിലും അത് ചെയ്യുന്ന ഭംഗിക്കാണ് റീഡേഴ്സിനെ കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു എഡിറ്റിംഗ് പ്രോസസ്സ് നടക്കണം. അതാണ് ക്രിയേറ്റീവ് എഡിറ്റിംഗ്. ഇവിടെ വാചകത്തിൻ്റെ ഭംഗിയോ ആ വാചകങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന റീഡിങ്ങിലെ പ്ലഷറോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാണാനുള്ള ഭംഗി, വിഷ്വൽ ഇമ്പാക്റ്റ് എത്രത്തോളം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ക്രിയേറ്റീവ് എഡിറ്റിങ്ങിൽ നടക്കുന്നത്. ആൻഡ് ദ ഫോർത്ത് വൺ, ഡിസൈൻ എഡിറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് അറേഞ്ചിങ് മെറ്റീരിയൽസ് ഓൺ എ ന്യൂസ് പേപ്പർ പേജ് അക്കോർഡിംഗ് ടു എഡിറ്റോറിയൽ ആൻഡ് ഗ്രാഫിക്കൽ ഗൈഡ്ലൈൻസ് ആൻഡ് ഗോൾസ്. മെയിൻ എഡിറ്റോറിയൽ ഗോൾസ് include the ordering of news stories by order of importance. Graphical consideration include readability and balance, unobstructive incorporation of advertising. News design incorporates principle of graphic design, layout and pagination. ഇവിടെ സംഭവിക്കുന്നത് പൂർണ്ണമായിട്ടും അതിൻ്റെ ഡിസൈൻ വർക്കാണ്, ലേഔട്ടാണ് സെറ്റ് ചെയ്യുന്നത്.
അതായത് ഒരു വാർത്ത എവിടെ വരണം, പരസ്യം എവിടെ കൊടുത്താൽ ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കും, ഒരു വാർത്തയിൽ തന്നെ ഫോട്ടോഗ്രാഫ് എവിടെ വരണം, അതിലേത് ഫോട്ടോ ഏത് ആംഗിളിൽ വെക്കണം, എക്സ്ട്രീം റൈറ്റിൽ വെക്കണോ എക്സ്ട്രീം ലെഫ്റ്റിൽ വെക്കണോ, ഇതൊക്കെ തീരുമാനിക്കപ്പെടേണ്ടത് ഡിസൈൻ എഡിറ്റിങ്ങിലാണ്. അപ്പോൾ ഇവിടെ പേജിനേഷനാണ് നടക്കുന്നത്. ആ ഒരു പേജ് എങ്ങനെ ഡിസൈൻ ചെയ്യണം പൂർണ്ണമായിട്ടും, അതിലെത്ര വാർത്തകൾ വരണം, അതിലെത്ര എണ്ണം വലുത് വരണം, അതിനെത്ര ബാനർ ഹെഡ്ലൈൻ വരണം, എത്ര എണ്ണം ഷോർട്ട് ഹെഡ്ലൈൻ വരണം, എവിടെ കാർട്ടൂൺ വരണം, എവിടെ അഡ്വർടൈസ്മെൻറ്റ് വരണം, ഒരു പേജിൽ എത്ര അഡ്വർടൈസ്മെൻറ്റ് വരുത്താം, ഇത്തരം കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് മൊത്തം ഔട്ട്ലുക്ക് സെറ്റ് ചെയ്യുന്നതിനെയാണ് ഡിസൈൻ എഡിറ്റിംഗ് എന്ന് പറയും. അപ്പോൾ നമ്മൾ പറഞ്ഞു എഡിറ്റിങ്ങിന് 4 പ്രോസസ്സാണ്. ആദ്യത്തേത് സബ് എഡിറ്റിംഗ് ആണ്, രണ്ടാമത്തേത് ലൈൻ എഡിറ്റിംഗ് ആണ്, മൂന്നാമത്തേത് ക്രിയേറ്റീവ് എഡിറ്റിംഗ് ആണ്, ആൻഡ് ദ ഫോർത്ത് വൺ ഡിസൈൻ എഡിറ്റിംഗ് ആണ്. അപ്പോൾ ഈ 4 മേഖലകളിലൂടെ കടന്നു പോയാൽ മാത്രമേ നല്ലൊരു എഡിറ്റിംഗ് പ്രോസസ്സ് പൂർത്തിയായി എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. വാട്ട് ഈസ് മീൻ ബൈ എഡിറ്റിംഗ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് എ പ്രോസസ് ടു മേക്ക് എ പാസേജ് ഓർ എ റിപ്പോർട്ട് in a readable sense or readable tone. That is editing in simple language or in a one sentence. Otherwise നിങ്ങളോട് what is mean by editing and what are the stages of editing എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അതൊരു 3 മാർക്കിനോ 5 മാർക്കിനോ ഉള്ള ചോദ്യമായിട്ട് വന്നാൽ, editing is a long process. Anyone can write, but a heavenly genius can edit. That is because of എന്തുകൊണ്ടായിരിക്കും അതിൻ്റെ കാരണം, എഡിറ്റിംഗ് ഈസ് എ എന്താ പറയുക കോംപ്ലക്സ് പ്രോസസ് വിച്ച് ഇൻക്ലൂഡ് grammatical errors, punctuation, font, capitalization, spelling errors. All these things are എന്താ പറയുക എഡിറ്റഡ്, അല്ലെങ്കിൽ all these things are arranged through this editing process എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ 4 എണ്ണവും പറയണം. It has 4 subheads: sub editing, line editing, creative editing and design editing. ഇനി ഡിസ്കസ് ദി ഓൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇൻക്ലൂഡിങ് ആൻ എഡിറ്റിംഗ് പ്രോസസ്സ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ 4 ടേമും എഴുതണം. എഡിറ്റിംഗ് എന്താണെന്ന് എഴുതണം. 12 മാർക്കിൻ്റെ എസ്സേ വരും. ഇനിയുള്ള 11 ജനറൽ റൂൾസും കൂടി നിങ്ങൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം, നിങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ തന്നെ പഠിക്കണം. ഒരു ചോദ്യം വന്നാൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് കൂടി ഇതിൻ്റെ കൂടെ പഠിച്ചു പോകണം. വെറുതെ കുറേ കാര്യങ്ങൾ കാണാപ്പാഠം പഠിച്ചുകൊണ്ട് കാര്യമില്ല. എന്നിട്ട് ചോദ്യങ്ങളൊക്കെ പുറത്തുനിന്നാണല്ലോ, ഇത് എന്തിട്ട് ചോദ്യം, ഇത് ഏത് ചോദ്യം, എല്ലാ ചോദ്യവും ഉള്ളിൽ നിന്നുള്ളത് തന്നെയാണ്. ചിലപ്പോൾ ഒരു ചോദ്യം വരും, ഇത് ഉത്തരം എഴുതേണ്ടത് ഇതാണ്. ഈ എഡിറ്റിങ്ങിൻ്റെ 4 പ്രോസസ്സും ജനറൽ റൂൾസ് ഓഫ് എഡിറ്റിംഗ് നമ്മളിനി എടുക്കാൻ പോകുന്ന ഭാഗം. ചോദ്യം ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും: തിങ്ക് യു ആർ ഡൂയിങ് the duty of a sub-editor in a prominent Malayalam newspaper, and what are the rules you should obey in the process of your editing എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തെഴുതും? നമ്മളൊരു എഡിറ്റർ ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണമെന്ന് അതിപ്പോൾ എങ്ങനെ പറയാൻ പറ്റുക? ഔട്ട് ഓഫ് സിലബസ് ആണല്ലോ. എന്താ ഔട്ട് ഓഫ് സിലബസ്? നിങ്ങൾ പഠിച്ച കാര്യം ഒരു ജനറൽ ടെർമിനോളജി തന്നാൽ അതിലേക്ക് അപ്ലൈ ചെയ്യേ വേണ്ടൂ. അതിനെന്തത്ര വലിയ ബുദ്ധിമുട്ടുള്ള? അങ്ങനെ എഴുതാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ് പലർക്കും. ചോദ്യത്തെ ഉത്തരത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ നമ്മുടെ കയ്യിൽ ഉത്തരമുണ്ട്, അറിയാം. ഈ ജനറൽ റൂൾസ് 11 നമുക്കറിയാമെന്ന് വിചാരിച്ചോ. എന്നാലും ഇങ്ങനൊരു ചോദ്യം വന്നാൽ അത് മനസ്സിലാക്കി ഇതാണ് ഉത്തരം എഴുതേണ്ടതെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന കുട്ടികൾ. ഫസ്റ്റ് സെമ്മിലെ കമ്മ്യൂണിക്കേഷൻ എലമെൻറ്റ്സ്, യൂണിവേഴ്സൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നൊരു ചോദ്യം ചോദിച്ചു. 5 കമ്മ്യൂണിക്കേഷൻ നിരത്തിപ്പിടിച്ച് എഴുതി വെച്ചിരിക്കുക, വലിച്ചു വാരി. ഇന്റർപേഴ്സണൽ സമയമുണ്ടെങ്കിൽ എഴുതിക്കോ, കുഴപ്പമില്ല. എന്നിട്ട് ഈ 5 കമ്മ്യൂണിക്കേഷൻ എഴുതിയിട്ട് നിർത്തിയിരിക്കുകയാണ്. യൂണിവേഴ്സൽസ് എവിടെ? ചിലർക്ക് യൂണിവേഴ്സൽസിൻ്റെ കൂടെയുള്ളത് എഴുതാൻ മടി. സെൻഡർ എന്താണ്, റിസീവർ എന്താണ്, കോണ്ടെക്സ്റ്റ് എന്താണ്, മെസ്സേജ് എന്താണെന്നൊന്നും പറയാൻ നേരില്ല.
ഇങ്ങനൊരു 5-8 ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോയി, 10 തയ്ക്കാൻ പറ്റിയില്ല. ഞാൻ നിങ്ങളുടെ പേപ്പർ നോക്കിയ കാര്യമല്ല കേട്ടോ പറയുന്നത്, എനിക്ക് കിട്ടിയ പേപ്പറിൽ കണ്ട കാര്യമാണ് പറയുന്നത്. ചോദ്യം എന്താണെന്ന് മനസ്സിലാക്കി അതിന് ഉത്തരത്തിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അറിയാതെ പകച്ചു നിൽക്കുന്ന കുട്ടികളാണ് കൂടുതലും. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇതിങ്ങനെ പറഞ്ഞു പോകുന്നു. അപ്പോൾ ഈ ജനറൽ റൂൾസും കൂടി എടുത്തതിന് ശേഷം അതിനെ കൂട്ടിച്ചേർത്ത് ഒരുമിച്ചാക്കി ഒരു ഉത്തരമാക്കി മാറ്റാൻ നിങ്ങളെ കൊണ്ട് പറ്റണം. ഓക്കെ, അപ്പോൾ ജനറൽ റൂൾസ് ഓഫ് എഡിറ്റിംഗ്. ദി വാരിയസ് സ്റ്റെപ്സ് involved in the editing process are briefly explained below. It is based on Floyd K. Basketti et al. In their book The Art of Editing. Since the editing is carried out by sub-editors at the desk, the following steps are basically their responsibilities. ഇനി ഒരു സബ് എഡിറ്ററുടെ റെസ്പോൺസിബിലിറ്റീസാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഫ്ലോയിഡ് കെ ബാസ്കറ്റി എന്ന് പറയുന്ന 2 വ്യക്തികൾ കൂടിച്ചേർന്ന് അവരുടെ ആർട്ട് ഓഫ് എഡിറ്റിംഗ് എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന റൂൾസാണ് സ്വതവേ എഡിറ്റിംഗ് റൂൾസായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. 11 റൂൾസാണ് അവർ എഴുതി തന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തേതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് വൺ, എൻഷുവറിങ് ആക്യുറസി. കൃത്യതയുടെ കാര്യത്തിലൊരു കോംപ്രമൈസ് ഇല്ല. അത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഒരു സബ് എഡിറ്റർ മുന്നോട്ട് പോകാനായിട്ട് പാടുള്ളൂ. കാരണം ഒരു റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം വേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ആക്യുറസിയാണ്. ആ ആക്യുറസി തൻ്റെ റൈറ്റപ്പിനുണ്ട് എന്ന് ഇദ്ദേഹമാണ് ഉറപ്പാക്കേണ്ടത്. Good reporting is a key ingredient in ensuring accuracy, but all who edit the story too share this responsibility. Sub-editors ensure accuracy by checking and rechecking the facts, and if needed, they would seek clarification from the reporter about the information in a story. Carelessness can lead to blunders and embarrassing mistakes. These can greatly tarnish the reputation of a newspaper. ഒരു റിപ്പോർട്ട് കിട്ടിയാൽ അതിലെത്രത്തോളം ശരിയുണ്ട് എന്ന് അന്വേഷിച്ച് ചെക്ക് ചെയ്ത് വീണ്ടും റീചെക്ക് ചെയ്ത് അത് ബോധ്യപ്പെടേണ്ട ഉത്തരവാദിത്തം ആരുടെയാണ്? സബ് എഡിറ്ററുടെയാണ്. ഇനി അദ്ദേഹം ചെക്ക് ചെയ്തിട്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെടാത്ത ഏതെങ്കിലും ഒരു ടെർമിനോളജിയോ ഈ പാസേജിൽ വന്നിട്ടുണ്ടെങ്കിൽ, റിപ്പോർട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് ആ റിപ്പോർട്ടറോട് തന്നെ നേരിട്ട് അതിന് എക്സ്പ്ലനേഷൻ ചോദിക്കാം. ഏതു വിധേനയും അതിലെ സത്യസന്ധത, കൃത്യത ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ അത് പബ്ലിഷ് ചെയ്യാൻ പാടുള്ളൂ. കാരണം അത് ന്യൂസ് പേപ്പറിൻ്റെ ക്രെഡിബിലിറ്റിയെ, റീഡബിലിറ്റിയെ എല്ലാത്തിനെയും ബാധിക്കുന്ന വിഷയമാണ്. അപ്പോൾ അത്തരമൊരു വിഷയം നമ്മൾ മൂലം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കാൻ ആർക്ക് ബാധ്യതയുണ്ട്? സബ് എഡിറ്റർക്ക് ബാധ്യതയുണ്ട്. കണ്ടൻസിങ് ആൻഡ് ട്രിമ്മിങ് അൺനെസസറി വേർഡ്സ്. കണ്ടൻസിങ് മീൻസ് ഒഴിവാക്കുക, ട്രിമ്മിങ് മീൻസ് കുറയ്ക്കുക, ചെറുതാക്കുക. അൺനെസസറി വേർഡ്സ്, ആവശ്യമില്ലാത്ത വേർഡ്സ് ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുക. എങ്ങനെ ഒഴിവാക്കാം, കുറയ്ക്കാം എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. കറസ്പോണ്ടൻസ് ജനറലി ഫയൽ ലെങ്തി റിപ്പോർട്ട്സ്. ഓൺലി ദ സബ് എഡിറ്റർ വിൽ നോ ദി അവൈലബിലിറ്റി ഓഫ് എ സ്പേസ് ഇൻ എ ന്യൂസ് പേപ്പർ. If the full report cannot fit into the space available, the sub-editor has to condense it by rewriting or editing. ഒരു റിപ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം അയാൾ എല്ലാത്തിനെ കുറിച്ചും ലെങ്തി ആയിട്ടുള്ള റിപ്പോർട്ട് കൊണ്ടുവരും. ചിലപ്പോൾ ഒരു ഷൂട്ട് ഔട്ട് മത്സരം നടന്നാൽ, ടൂർണമെൻറ്റ് നടന്നാൽ അതിനെക്കുറിച്ച് വരെ ഒരു ഫുൾ പേജ് ലെങ്ത്തുള്ള ഇത് റിപ്പോർട്ട് എഴുതി കൊണ്ടുവരും. പക്ഷേ ആ ഒരു റിപ്പോർട്ടിന് അനുവദിക്കപ്പെട്ടുള്ള സ്പേസ് എത്രയാണെന്ന് സബ് എഡിറ്റർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പം അദ്ദേഹം എന്ത് ചെയ്യും? ആ സ്പേസിലേക്ക് അഡ്ജസ്റ്റബിൾ ആവുന്ന രീതിയിലേക്ക് ആ സ്റ്റോറി ഒന്ന് ചുരുക്കും, ചിലപ്പോൾ റീറൈറ്റ് ചെയ്യും, ചിലപ്പോൾ എഡിറ്റ് ചെയ്യും. കാരണം അയാൾക്ക് മാത്രമേ അറിയുള്ളൂ എനിക്ക് ഇത്ര സ്പേസ് ഇതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാൻ പറ്റുള്ളൂ. ആ മാറ്റി വയ്ക്കാൻ പറ്റുന്ന സ്പേസിനെ ഉപയോഗപ്രദമാക്കി മാറ്റലാണ് നമ്മൾ ഈ റിപ്പോർട്ട് കൊണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ അദ്ദേഹം അതിനനുസരിച്ച് അതിൽ വേണ്ട
മാറ്റങ്ങൾ വരുത്തും. Unnecessary words, adjectives and adverbs should be trimmed. If an event is very interesting, it is sufficient to say it is interesting. Similarly, destroyed is better than totally destroyed. അപ്പോൾ ആഡ്വർബ്, അഡ്ജക്റ്റീവ്സ്, എന്തെങ്കിലും ഒരു ക്രിയ സംഭവിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി നടന്നാൽ അതിനെ പിന്നെ ഭംഗിയാക്കുന്ന വാക്കുകൾ കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഒരു നാമം അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ്, അതിന് നമ്മൾ പിന്നെ ഭംഗി കൂട്ടേണ്ട കാര്യമില്ല. 2 കാറുകൾ പൂർണ്ണമായി കത്തി നശിച്ചു, മതി. ഒരു കാറ് അത്യാഡംബര കാറുകളുടെ വിഭാഗത്തിൽപ്പെടുന്ന ഫെറാരിയും മറ്റൊന്ന് വളരെ വില കുറഞ്ഞത് എന്ന് കരുതപ്പെടുന്ന മാരുതി 800ഉമായിരുന്നു. എന്തിനാണ് ഇതിൻ്റെ ആവശ്യം? 2 കാറുകൾ പൂർണ്ണമായി കത്തി നശിച്ചു, കഴിഞ്ഞില്ലേ? അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഒരു പ്രോഗ്രാം നടന്നു, അതിൻ്റെ റിപ്പോർട്ടാണ്. ഇറ്റ് ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് പ്രോഗ്രാം. ആ വെരിയുടെ ആവശ്യമൊന്നുമില്ല. ഇറ്റ് ഈസ് എൻ ഇൻട്രസ്റ്റിംഗ് പ്രോഗ്രാം, ദാറ്റ്സ് ഇനഫ്. അവിടെ ആ വെരി എന്ന് പറയുന്ന 4 വാക്കുകൾ, അക്ഷരങ്ങൾ, VERY, ഇതെഴുതുമ്പോൾ 4 സ്പേസ് അല്ല പോകുന്നത്. ഈ വെരി എന്നതിന് മുൻപിലൊരു സ്പേസ് ഉണ്ട്, വെരി കഴിഞ്ഞിട്ടൊരു സ്പേസ് ഉണ്ട്. ടോട്ടൽ 6 ബിറ്റ് അവിടെ ചിലവാകുകയാണ്. ആ 6 സ്പേസ്, 6 ലെറ്റേഴ്സിനുള്ള സ്പേസ് നമുക്ക് ഇങ്ങോട്ട് കിട്ടുകയാണ് വെരി എന്നുള്ളൊരു വാക്ക് ഒഴിവാക്കുന്നതോടുകൂടി. ഇതാണ് ഒഴിവാക്കൽ, ട്രിമ്മിങ് എന്ന് പറയുന്നത്, ചെറുതാക്കുക എന്ന് പറയുന്നതിൻ്റെ രീതി. ടോട്ടലി ഡിസ്ട്രോയിഡ്, അതിൻ്റെ ആവശ്യമില്ല. ഡിസ്ട്രോയിഡ്, അതിൽ തന്നെ ടോട്ടലി ഡിസ്ട്രോയിഡ് ആണ്. പിന്നെന്തിനാണ് ഒരു ടോട്ടലി എന്നുള്ളൊരു വാക്ക്? അതാണ് പ്രത്യേകത. മീനിങ്ലെസ് ഫ്രേസസ് ഷുഡ് ഓൾസോ ബി ട്രിംഡ്. ഫോർ എക്സാമ്പിൾ, ദ ഫോളോയിങ് ഫ്രേസസ് കുഡ് ബി റീപ്ലേസ്ഡ് വിത്ത് ദി വേർഡ്സ് ഗിവൺ ഇൻ ദി ബ്രാക്കറ്റ്സ്. എല്ലാത്തിനും ഉദാഹരണം ഇവർ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഉദാഹരണങ്ങൾ തന്നെ നിങ്ങളും പഠിച്ചു വയ്ക്കുക. പരീക്ഷയ്ക്ക് കണ്ടൻസിങ് ആൻഡ് ട്രിമ്മിങ് അൺനെസസറി വേർഡ്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല. എന്താണ് കാരണം എന്ന് പറയാം. അവൈലബിൾ സ്പേസ് സബ് എഡിറ്റർക്ക് മാത്രമേ അറിയുള്ളൂ. അത് മനസ്സിലാക്കി അദ്ദേഹം ആവശ്യമായിട്ടുള്ള സ്പേസ് ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് കണ്ടൻസിങ് ആൻഡ് ട്രിമ്മിങ് അൺനെസസറി വേർഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, വെരി ഇൻട്രസ്റ്റിംഗിൽ ഇൻട്രസ്റ്റിംഗ് മതി, ടോട്ടലി ഡിസ്ട്രോയിഡ് മതി. ഇനി മറ്റു ചില വാക്കുകൾ. എ ഗ്രേറ്റ് നമ്പർ ഓഫ് ടൈംസ്, ഒരുപാട് തവണ. ഓപ്പൺ മതി. എന്തിനാണ് ഇത്രയും നീട്ടിപ്പറത്തിയ ഗ്രേറ്റ് നമ്പർ ഓഫ് ടൈംസ് എന്നൊക്കെ പറയേണ്ട കാര്യം? ഓപ്പൺ, അപ്പം തന്നെ നമ്പർ ഓഫ് ടൈംസ് ആയി. ദെൻ എ സ്മോൾ നമ്പർ ഓഫ്, എന്തിനാണ് സ്മോൾ നമ്പർ ഓഫ് എന്ന് പറയേണ്ട കാര്യം? ഫ്യൂ, അപ്പം തന്നെ അർത്ഥം കംപ്ലീറ്റ് ആയി അവിടെ. അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈം, റെഗുലർലി. മെയ്ഡ് ആൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫ്, ഇൻവെസ്റ്റിഗേറ്റഡ്. പ്ലേസ്ഡ് ഇറ്റ്സ് സീൽ ഓഫ് അപ്രൂവൽ, അപ്രൂവ്ഡ്, എക്സെട്ര. ഇങ്ങനെയുള്ള കുറേ വാക്കുകൾക്ക് പകരമായിട്ട് ചെറിയ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്പേസ് കുറയ്ക്കാം. The following phrases could be substituted with words given in the bracket. True facts. Facts. ഫാക്ട്സും ട്രൂ ഫാക്ട്സും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. വയലൻറ്റ് എക്സ്പ്ലോഷൻ, എക്സ്പ്ലോഷൻ മതി. എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ തന്നെ വയലൻ്റ് ആണ്. പിന്നെ അതിൽ വയലൻ്റ് എക്സ്പ്ലോഷൻ എന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല. ക്വാളിഫൈഡ് എക്സ്പേർട്ട്, ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണ് എക്സ്പേർട്ട് ആവുക. എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ തന്നെ മോർ ദാൻ ക്വാളിഫൈഡ് എന്ന് തന്നെയാണ് അർത്ഥം. ഫ്യൂച്ചർ പ്ലാൻസ്, പ്ലാൻസ്. ഹെഡ് ഓൺ കൊളീഷൻ, കൊളീഷൻ. പ്രീ പ്ലാൻഡ്, പ്ലാൻഡ്. പ്രിക്കോഷണറി മെഷേഴ്സ്, പ്രിക്കോഷൻസ്. നോട്ടഡ് എക്സ്പേർട്സ്, എക്സ്പേർട്ട് തന്നെ മതി. ഡെത്ത് ടോൾ, ടോൾ. ഡെഡ് ബോഡി, ബോഡി. ഐ വിറ്റ്നസ്, വിറ്റ്നസ്. ഫ്രീ ഓഫ് കോസ്റ്റ്, ഫ്രീ. ഫ്രീ എന്ന് പറഞ്ഞാലും ഫ്രീ ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞാലും രണ്ടും സെയിം തന്നെയാണ്. ഇങ്ങനെ ആവശ്യമില്ലാത്തടത്ത് കൂടുതലായിട്ട് കയറി വരുന്ന വാക്കുകളെ ഒഴിവാക്കുക. പ്രൊട്ടക്റ്റിംഗ് ആൻഡ് പോളിഷിംഗ് ദ ലാംഗ്വേജ്. Editing involves polishing the language. An editor should have a thorough knowledge of the grammar and language usage. He or she plays a major role in protecting the language against abuse.
People at the desk should be know how to spell to make certain a story is written in a proper language. To reorganize and clarify passages and protect meaning of words. Clear writing, correct spelling and grammar contribute to better communication of ideas. ഒരു സബ് എഡിറ്റർ ലാംഗ്വേജിനെ കുറിച്ച് നല്ല ധാരണയുള്ള ആളായിരിക്കണം. നമ്മൾ എഴുതിയിരിക്കുന്ന പാസേജ് നല്ല ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നതെന്നും അതിലെ തെറ്റുകളും കുറ്റങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് അതൊരു പെർഫെക്റ്റ് വണ്ണാക്കി മാറ്റേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിൻ്റെയാണ്. ഫോളോയിങ് ആർ സം ഓഫ് ദി ഫ്രീക്വൻ്റ്ലി മിസ്പെൽഡ് വേർഡ്സ്: അക്കോമഡേറ്റ്, അക്യുമുലേറ്റ്, ബലൂൺ, സിഗരറ്റ്, കോക്കനട്ട്, കൊക്കക്കോള, എംബറാസ്, ഗൊറില്ല, ഒക്കേഷൻ, പാരലൽ, പാനിക്കിംഗ്, പ്രിവിലേജ്, ക്വസ്റ്റ്യനെയർ, റെസ്റ്റോറൻറ്റ്, റെക്കമെൻഡഡ്, സെപ്പറേറ്റ്, വാക്വം. തെറ്റ് പറ്റാൻ സാധ്യതയുള്ള ചില വാക്കുകൾ പറഞ്ഞിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് ഇഷ്ടംപോലെ വാക്കുകൾ ഇനിയുമുണ്ട്. കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തെറ്റുകൾ പറ്റുന്നതാണ്, പലയിടത്തും സ്പെല്ലിംഗ് എറേഴ്സ് വരുന്നതാണ്. പക്ഷേ ഇവർ ചില പെട്ടെന്ന് വരാൻ സാധ്യതയുള്ള ചില വാക്കുകൾ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം. ഇതല്ലാതെയോ ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തെഴുതാം. കറക്റ്റിംഗ് ഇൻകൺസിസ്റ്റൻസീസ്. Inconsistency with a story should be detected and corrected. Inconsistencies can confuse the reader. Read this sentence. The pilot said the two planes almost hit each other during the news conference. It should be the pilot told the news conference that the two planes almost hit each other. If superlatives cannot be checked, they can be softened. The most despicable crime in the world. It is to be changed. One of the most despicable crimes in the world. അതായത് ഒരേ ആശയം തന്നെ അത് ആ ആശയം എന്താണെന്ന് പ്രേക്ഷകന് മനസ്സിലാകുന്ന രീതിയിലേക്ക്. കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ സ്ഥിരതയാണ്. ഇൻകൺസിസ്റ്റൻസി മീൻസ് സ്ഥിരതയില്ലായ്മയാണ്. നമ്മളുടെ റൈറ്റിങ്ങിൽ എവിടെയെങ്കിലും ഒരു സ്ഥിരതയില്ലായ്മ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രേക്ഷകന് മനസ്സിലാകാത്ത രീതിയിൽ അതിനെ മാറ്റിയെടുത്തുകൊണ്ട് നല്ലൊരു പെർഫെക്റ്റ് വണ്ണാക്കി മാറ്റേണ്ട ഉത്തരവാദിത്തം സബ് എഡിറ്ററുടെയാണ്. ഒരു ന്യൂസ് കോൺഫറൻസിൽ രണ്ട് വിഭാഗവും രണ്ട് ഫ്ലൈറ്റുകൾ കൂട്ടിയിടിക്കുന്ന ആ ഒരു പ്രഷറോട് കൂടിയിട്ടാണ് ന്യൂസ് കോൺഫറൻസിൽ പങ്കെടുത്തത് എന്നാണ് പറയാനായിട്ട് ഇവിടെ ശ്രമിച്ചിരിക്കുന്നത്. അതങ്ങനെ പറയാം. പക്ഷേ അതിന് ഇത്തിരി കൂടി ലിറ്റററി ഒരു കാവ്യാത്മകമാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് അത് വേറെ ഭാഷയിൽ വന്നത്, അല്ലെങ്കിൽ വേറൊരു ടോണിൽ അത് വന്നത്. അപ്പം നമുക്ക് മനസ്സിലാവാതെ, അങ്ങനെ മനസ്സിലാകാതിരിക്കുന്ന ഇൻകൺസിസ്റ്റൻസീസ് വരുത്താതെ നോക്കുക. Fifth one, making the story to confirm style. The word style in newspaper jargon refers to the consistency provided by rules of usage in a newspaper. Newspaper adhere to rule of style to avoid inconsistencies that would annoy the reader. Adherence to style rules give the newspaper a sense of consistency that would be absent if goodbye were used in one story and goodbye in the next. Similarly, it would annoy the readers if the newspaper uses A.B. Vajpayee in a story, then A.B. Vajpayee in another instance, and Mr. A.B. Vajpayee on the other occasion. Stylebook provide guidance in spelling, word usage, punctuation, title and many other areas. സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ആ ഒരു പത്രം ഫോളോ ചെയ്യുന്ന രീതിയാണ്. ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എല്ലാ പത്രങ്ങൾക്കും അവരുടേതായിട്ടുള്ള സ്റ്റൈൽ ബുക്ക് ഉണ്ടായിരിക്കും. സ്റ്റൈൽ ബുക്ക് പ്രിഫർ ചെയ്യുന്നത് ഒരു വേർഡ്, ഒരു വാചകം, ഒരു വാക്ക്, അല്ലെങ്കിൽ ഒരു അഡ്രസ്സിങ്, ഇതെങ്ങനെ വരണം എന്നുള്ളത് സ്റ്റൈൽ ബുക്കാണ് തീരുമാനിക്കുക. ആ സ്റ്റൈൽ ബുക്ക് നോക്കിയിട്ട് എഴുതി കഴിഞ്ഞാൽ എല്ലാ വാർത്തയിലും ഒരേപോലെ തന്നെ ഒരു കാര്യം ആവർത്തിച്ച് വരും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. വിരാട് കോഹ്ലി എന്ന പേര് മലയാളത്തിൽ എഴുതി കഴിഞ്ഞാൽ
കോഹ്ലി. ഹാ ഉപയോഗിച്ചുകൊണ്ട് കോഹ്ലി എന്ന് എഴുതാം. ജസ്റ്റ് കോഹ്ലി, കോഹ്ലി, ഇനഫ്. ഇനി കോഹ്ലി, ലി എന്നെഴുതുന്ന ആൾക്കാരുണ്ട്, ലി എന്നെഴുതുന്ന ആൾക്കാരുണ്ട്. ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് KOHLI, കോഹ്ലി എന്നാണ് ഇംഗ്ലീഷ് വാക്ക്. പക്ഷെ മലയാളത്തിൽ 3 പത്രങ്ങൾ 3 രീതിയിലാണ് എഴുതുന്നത്. ഇതിലേതാണ് ശരിയെന്ന് ചോദിച്ചാൽ അത് അവരുടെ സ്റ്റൈൽ ബുക്ക് പ്രിഫർ ചെയ്യുന്നതാണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരെണ്ണം കണ്ടോ, എ കഴിഞ്ഞിട്ട് ഒരു ഡോട്ട് ഇട്ടിട്ട് ബി ഇട്ടിട്ട് ഒരു ഡോട്ട് ഇട്ടതിന് ശേഷം വാജ്പേയി. അടുത്തതിൽ ഒരിക്കലും ഡോട്ടില്ല, AB വാജ്പേയി. മറ്റൊരു സ്ഥലത്ത് അല്ലെങ്കിൽ മറ്റൊരു പത്രത്തിൽ മിസ്റ്റർ AB വാജ്പേയി. അപ്പം നമ്മൾ എങ്ങനെയാണ് ഒരാളെ അഡ്രസ്സ് ചെയ്യാൻ തീരുമാനിക്കുന്നത്, അതിനൊരു സ്റ്റൈൽ ഉണ്ടായിരിക്കുക. ആ സ്റ്റൈല് തന്നെ എല്ലായ്പ്പോഴും ഫോളോ ചെയ്യുക. അതാണ് മേക്കിംഗ് ദ സ്റ്റോറി ടു കൺഫേം ഇറ്റ്സ് സ്റ്റൈൽ. ആ സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം സബ് എഡിറ്ററുടെയാണ്. എലിമിനേറ്റിംഗ് ലിബലസ് സ്റ്റേറ്റ്മെൻറ്റ്, അതെന്തായാലും ശ്രദ്ധിക്കണം. ലിബലസ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരുപാട് വരാൻ സാധ്യതയുള്ള മേഖലയാണ് പത്രം. ഒരാളെ ഹരാസ് ചെയ്യുന്ന തരത്തിലോ ഒരാളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകൾ. ലിബൽ ഈസ് എ റിട്ടൺ ഡിഫമേഷൻ. ദ സബ് എഡിറ്റർ മസ്റ്റ് നോ ദ ലിബൽ ലോ ഓഫ് ദി കൺട്രി. Libelous and defamatory statement should be eliminated. It is the duty of the sub-editor to ensure that the story are free from such statements. ലിബലസ് അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റുകളെ നമ്മളുടെ പത്രത്തിലുള്ളൂ എന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം സബ് എഡിറ്ററുടെയാണ്. എലിമിനേറ്റിംഗ് പാസേജ് ഇൻ പുവർ ടേസ്റ്റ്. Some newspapers have policy of banning profanity of any types. Others permit the use of some words but not others. For example, reputed newspapers by convention do not publish a rape victim's name or other identities. അതായത് ടേസ്റ്റ് എന്ന് പറയുന്നത് ആ പത്രം സ്വീകരിക്കുന്ന നിലപാടാണ്. ഇപ്പം റേപ്പ് വിക്ടിമിൻ്റെ പേര് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേസിൽ, സുപ്രധാനമായിട്ടുള്ള കേസിൽ സാക്ഷി പറയുന്ന വ്യക്തിയുടെ പേര് വെളിപ്പെടുത്താതിരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രമാദമായിട്ടുള്ളൊരു കേസിൽ റിപ്പോർട്ടറെ സഹായിച്ച വ്യക്തിയുടെ സോഴ്സിൻ്റെ പേര് വെളിപ്പെടുത്താതിരിക്കുക. ഇതൊക്കെ ചെയ്യുന്നത് അവരുടെയും കൂടി സേഫ്റ്റി കണക്കാക്കിയിട്ടും റേപ്പ് വിക്ടിമിൻ്റെ പേര് പറഞ്ഞാൽ ആ വ്യക്തി ഈ സമൂഹത്തിൽ ജീവിക്കേണ്ട ആളാണ്. ആ പെൺകുട്ടിക്ക് ഇനിയും ഈ സമൂഹത്തിൽ ജീവിക്കേണ്ട വ്യക്തിയാണ്. അപ്പോൾ പേരും അഡ്രസ്സൊക്കെ പറഞ്ഞ് അത് ചിലർ ചെയ്യും, ചിലർ ചെയ്യില്ല. അതൊക്കെ ഓരോരുത്തരുടെ പോളിസികളാണ്. ചില ആളുകളിപ്പോൾ അങ്ങനെ ചില വ്യക്തികൾ തന്നെയുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ രജനീകാന്ത്, തമിഴ് സിനിമാ നടൻ അജിത്ത്, ഇവരുടെയൊക്കെ ഒരു രീതി എന്ന് പറയുന്നത് ഇവർ പരസ്യത്തിൽ അഭിനയിക്കില്ല. നിങ്ങൾ ഇവരുടെ ആരുടെയെങ്കിലും പരസ്യം കണ്ടിട്ടുണ്ടോ? അജിത്തിൻ്റെയോ രജനീകാന്തിൻ്റെയോ പരസ്യം കണ്ടിട്ടുണ്ടോ? കാണില്ല. കാരണം ഇവർ പരസ്യത്തിൽ അഭിനയിക്കില്ല. പരസ്യത്തിൽ അഭിനയിച്ച് ആളുകളെ പറ്റിക്കുന്നതിന് അവർക്ക് താല്പര്യമില്ല. അത് അവരുടേതായിട്ടുള്ളൊരു സെൽഫ് പോളിസിയാണ്. അതുപോലെ ചില പത്രങ്ങൾക്കുണ്ട്. ഇപ്പോൾ പൊതുവെ മുസ്ലിം കമ്മ്യൂണിറ്റി, എല്ലാവരും അല്ല കേട്ടോ, ഞാൻ വർഗീയത പറഞ്ഞു എന്ന് പറയരുത്, അതും ഒരു ലിബലസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ടാണ് അത് ആദ്യമേ മുൻകൂർ ജാമ്യം എടുക്കുന്നത്. ചില മുസ്ലിം കമ്മ്യൂണിറ്റികൾ, ചില പാർട്ടികളോട് താഴ്വുള്ള വ്യക്തികൾ സിനിമ എന്ന് പറയുന്ന ആർട്ട് ഫോമിനെ അംഗീകരിക്കാത്തവരാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമാണ് മാധ്യമം. മാധ്യമം ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വാർത്തകളും കൊടുക്കില്ല, വാർത്തയും കൊടുക്കില്ല, അഡ്വർടൈസ്മെൻറ്റും കൊടുക്കില്ല. അതിൽ നിന്നുള്ള വരുമാനം അവർക്ക് വേണ്ട, അവരുടെ പോളിസിയുടെ ഭാഗമാണ്. Besides, such reports will be a matter of fact account without any embellishments. Madhyamam newspaper does not publish film advertisements and also photographs of skimpily dressed men and women as they consider these items in poor taste. കണ്ടോ, ഇറുകി പിടിച്ച ഭയങ്കര ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് ഇട്ട ആണിൻ്റെയോ പെണ്ണിൻ്റെയോ പടം പോലും കൊടുക്കില്ല. അതുകൊണ്ടുള്ള കാശ് വേണ്ട, അത് അവരുടെ പോളിസിയുടെ ഭാഗമാണ്. പക്ഷെ അത് കൊടുത്ത് മാത്രം പൈസ ഉണ്ടാക്കാൻ നടക്കുന്ന വേറെ പത്രങ്ങളുണ്ടാവും. ഉണ്ടായിക്കോട്ടെ, മാധ്യമത്തിന് അതിൻ്റെ ആവശ്യമില്ല.
But the taste is very subjective and it could vary from one publication to another depending on their tradition and policy. ആണ് ഞാൻ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിക്ക് അതിനോട് താല്പര്യമില്ല, അപ്പോൾ മാധ്യമം പത്രത്തിന് അതിനോട് താല്പര്യമില്ല. പക്ഷെ മലയാള മനോരമ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഓണർഷിപ്പിലുള്ളതാണ്. അപ്പോൾ അവർക്ക് അതിനോട് ചിലപ്പോൾ ഒരു വൈമുഖ്യം കാണിക്കേണ്ട ആവശ്യമില്ലായിരിക്കും. അവർക്ക് സിനിമാ പരസ്യം കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, അവരത് കൊടുക്കും. അത് അവരുടെ ട്രഡീഷൻ, അവരുടെ പോളിസിയുടെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതാണ്. മേക്കിംഗ് സ്റ്റോറി റീഡബിൾ ആൻഡ് കംപ്ലീറ്റ്, അത് നിർബന്ധമായിരിക്കണം. വായിക്കാവുന്ന രീതിയിലേക്കും സ്റ്റോറി എ ടു സെഡ് എന്ന് പറയുന്ന പോലെ കംപ്ലീറ്റ് ആണ് എന്ന് ഉറപ്പാക്കണം. എ സ്റ്റോറി ദാറ്റ് ഈസ് റീഡബിൾ ആൻഡ് കംപ്ലീറ്റ് ഹാസ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇറ്റ് ഈസ് പ്രിസൈസ്, ഇറ്റ് ഈസ് ക്ലിയർ, ഇറ്റ് ഹാസ് pace appropriate to the content, it uses transitional devices that led to the reader from one thought to next, it appeals to readers sense. ഇത്രയും കാര്യങ്ങൾ വരുന്നു എന്ന് ഉറപ്പാക്കിയാൽ മാത്രമേ ഒരു സ്റ്റോറി കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. 9th one, റൈറ്റിംഗ് അട്രാക്റ്റീവ് ഹെഡ്ലൈൻസ്. അതാണ് സബ് എഡിറ്ററുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ജോലി. കാരണം ഹെഡ്ലൈനിലൂടെയാണ് ഒരു വാർത്ത വിൽക്കപ്പെടുന്നത് അല്ലെങ്കിൽ വായിക്കപ്പെടുന്നത്. ഒരു വാർത്ത കണ്ടാൽ വായിക്കാൻ തീരുമാനിക്കുന്നതും ഒരു വാർത്ത കണ്ടാൽ വായിക്കാതിരിക്കുന്നതിൻ്റെ കാരണം അതിൻ്റെ ഹെഡ്ലൈനും ആ ഹെഡ്ലൈൻ നൽകുന്ന ഇമ്പോർട്ടൻസും നോക്കിയിട്ടാണ്. എ കോപ്പി എഡിറ്റേഴ്സ് ഫസ്റ്റ് ടാസ്ക് ഈസ് ടു കറക്റ്റ് ആൻഡ് റിഫൈൻ കോപ്പി. എ സെക്കൻഡ് ടാസ്ക് ഈസ് ടു റൈറ്റ് ഹെഡ്ലൈൻ ദാറ്റ് അട്രാക്ട്സ് റീഡേഴ്സ് അറ്റൻഷൻ, സമ്മറൈസ് ദ സ്റ്റോറി, depict the mood of the story and help the tone of the newspaper. ന്യൂസ്പേപ്പറിൻ്റെ ടോണും ആ സ്റ്റോറി മൊത്തത്തിൽ സമ്മറൈസ് ചെയ്യുന്ന രീതിയിൽ ഒരു അട്രാക്റ്റീവ് ഹെഡ്ലൈൻ കൊടുക്കാൻ സബ് എഡിറ്റർക്ക് സാധിക്കണം. 10th one, ഹാൻഡ്ലിംഗ് ന്യൂസ് ഏജൻസി കോപ്പീസ്. News agencies will provide hundreds of news stories from all over the world to a newspaper desk. Newspaper use these reports and photos especially for outstation reports and breaking stories. A dedicated team of sub-editor will constantly monitor the agency copy. The team will select appropriate report that have direct relevance and bearing the readers of newspaper. On some occasion, alert sub-editor can detect exclusive news from such reports. The reporters prepared internationally by the news agencies will have to be rewritten according to house style of each newspaper. ഹാൻഡ്ലിംഗ് ന്യൂസ് ഏജൻസീസ് എന്ന് പറയുന്നത് ന്യൂസ് ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം അവർ നാഷണൽ ഉണ്ട്, ഇൻ്റർനാഷണൽ ഉണ്ട്. അവർക്ക് രണ്ട് വാർത്തകളും കൊടുക്കണം. അവർ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസോട് കൂടിയിട്ടുള്ള ഒരു വാർത്ത വളരെ ഇലാബറേറ്റ് ചെയ്ത് നമുക്ക് അയച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മളെ സംബന്ധിച്ച് ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമില്ല എന്ന് വിചാരിക്കും. നമ്മൾ എന്ത് ചെയ്യണം? അതിനെ റീറൈറ്റ് ചെയ്ത് ഷോർട്ടൻ ചെയ്ത് പെർഫെക്റ്റ് ആക്കി പ്രിസൈസ് ആക്കി അതിനെ പബ്ലിഷ് ചെയ്യണം. എന്താ കാരണം? അത് എല്ലാവർക്കും വേണ്ടിയിട്ട് ഓൾ ഓവർ ദി വേൾഡ് എന്നുള്ള രീതിയിലാണ് ന്യൂസ് ഏജൻസി അതിനെ പുറത്തു വിടുന്നത്. നമുക്ക് അത്രയും ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർ 100 കണക്കിന് വാർത്തകൾ തരും, ചിലപ്പോൾ 1000 കണക്കിന് വാർത്തകൾ തരും. എല്ലാം ഒന്നും നമുക്ക് പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൽ നിന്ന് പെർഫെക്റ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യാനും സെലക്ട് ചെയ്തതിനെ തന്നെ റീറൈറ്റ് ചെയ്ത് നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്പേസിലേക്ക് നമ്മളുടെ ടേസ്റ്റിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ അതിനെ മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്വവും സബ് എഡിറ്ററുടെയാണ്. 11th one, editing pictures and design pages. An important step in the editing process is the packaging of news stories in a page. Designing the page helps the reader to read faster and more of what is written. The packaging or designing of a newspaper is considered as important as its contents. ഒരു പത്രത്തിൽ കുറേ കണ്ടൻറ്റ് നിരത്തി വെച്ചുകൊണ്ട് അത് ഭംഗിയുള്ള പത്രമായിട്ട് മാറില്ല. എല്ലാം ന്യൂസ് മാത്രം, ഫോട്ടോസ് ഒന്നുമില്ല, അഡ്വർടൈസ്മെൻറ്റ്സ് ഒന്നുമില്ല, ഫുള്ള് വാർത്തകൾ മാത്രം, അതും നല്ലൊരു പത്രമായിട്ട് മാറില്ല. ഫോട്ടോസും വാർത്തകളും അഡ്വർടൈസ്മെൻറ്റും ഒരു തരത്തിലുള്ള ഇൻഫർമേഷനാണ്.
അപ്പോൾ അതെല്ലാം കൂട്ടിച്ചേർത്തൊരു മിക്സപ്പായിട്ട് വരുമ്പോൾ അതിൻ്റെ ഭംഗിയിലാണ് ആൾക്കാർ പേപ്പർ വായിക്കുന്നത്. പേപ്പർ വായിക്കുന്നത് തന്നെ ഒരു ഹാബിറ്റായി മാറി അതിൽ ഒരു സുഖം കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്. അവർ വാർത്തകൾ അറിയുന്നുണ്ട്, അവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്, ഓൺലൈനിലൂടെ കിട്ടുന്നുണ്ട്, സോഷ്യൽ നെറ്റ്വർക്കിങ്ങിലൂടെ കിട്ടുന്നുണ്ട്, അവർക്ക് ടി വിയിലൂടെ കിട്ടുന്നുണ്ട്, റേഡിയോയിലൂടെ കിട്ടുന്നുണ്ട്. ഇതൊക്കെ കിട്ടിയാലും പേപ്പർ വായിച്ച് എന്തെങ്കിലും മനസ്സിലാക്കാനുള്ളൊരു താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അവർ തീരുമാനിക്കണം, സബ് എഡിറ്ററാണ് ഫിക്സ് ചെയ്യുക, ഏത് വാർത്ത ഏത് പേജിൽ വരണം, അതിൻ്റെ കൂടെ ഏത് ഫോട്ടോ കൊടുക്കണം, ആ പേജിൽ ഇനി വേറെ ഏതൊക്കെ വാർത്തകൾ ആഡ് ചെയ്യണം. അതാണ് പാക്കേജിങ് എന്ന് പറയുന്നത്. ആ ഒരു സെറ്റിങ്ങിനാണ് മാർക്ക്. നന്നായിട്ട് സെറ്റ് ചെയ്താൽ മാത്രമേ നല്ലൊരു റീഡബിൾ പത്രമായിട്ട് അതിനെ മാറാൻ കഴിയുള്ളൂ. ക്വാളിറ്റി ഓഫ് റൈറ്റിംഗ് primarily depends upon a reporter's, but sub-editor can greatly improve the writing. Good editing complements good writing. Occasionally, good editing can save mediocre writing. Poor editing can make worse or destroy it. It is said, an excellent staff without a copy desk might produce a fair newspaper. A mediocre staff with competent copy desk can produce an acceptable newspaper. But an excellent staff backed by an excellent desk guarantees an excellent newspaper. കഴിവ് കുറഞ്ഞ ആൾക്കാരുള്ള ഒരു കോപ്പി ഡെസ്കാണ് നമുക്കുള്ളതെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാത്ത ഒരു ന്യൂസ് പേപ്പർ ഇറക്കാം. അത് എഴുതുന്ന ആൾ ഇത്തിരി മോശമായാലും കുഴപ്പമില്ല, അത്യാവശ്യം കൊള്ളാവുന്ന എഡിറ്റിംഗ് ഉണ്ടായാൽ മതി. എന്നാൽ മോശം എഡിറ്റിംഗ് ഉള്ള ഒരു സ്ഥലത്ത് കംപ്ലീറ്റ് ഡിസ്ട്രോയ് ആണ് സംഭവിക്കുക. ഇനി നല്ല റൈറ്റേഴ്സും നല്ല എഡിറ്റേഴ്സുമുള്ള ഒരു പത്രമാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുന്ന ന്യൂസ് പേപ്പർ ദാറ്റ് വിൽ ബി ദ എക്സലൻ്റ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം എഡിറ്റിംഗ് എന്ന് പറയുന്നതിന് അത്രമേൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അവിടെ ആദ്യത്തേൽ പറഞ്ഞിരിക്കുന്നു, മോശം റൈറ്റർ ആയാലും നല്ല എഡിറ്റിംഗ് ഉണ്ടെങ്കിൽ ഒരു ഫെയർ ന്യൂസ് പേപ്പർ നമുക്ക് പുറത്തിറക്കാം. പക്ഷേ എഡിറ്റിംഗ് മോശമായിട്ട് എത്ര നല്ല റൈറ്റർ ഉണ്ടായാലും കംപ്ലീറ്റ് ആയിട്ടുള്ള കൊളാപ്സ് ആയിരിക്കും സംഭവിക്കുക. അപ്പോൾ എഡിറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഒപ്പം തന്നെ വളരെയധികം ശ്രദ്ധ വേണ്ടതും ഒപ്പം നമ്മളൊരു എന്താ പറയുക പൂർണ്ണമായിട്ടുള്ള അർപ്പണ മനോഭാവത്തോടു കൂടി ഏറ്റെടുക്കേണ്ട ജോലിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇത് എസ്സേ ആയിട്ട് വരുന്ന ചോദ്യമാണ്. ആ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം ഈ ഭാഗം പഠിക്കാനും മനസ്സിലാക്കാനും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഹെഡ്ലൈൻ എഴുതുന്നതിനെക്കുറിച്ചും ഹെഡ്ലൈൻസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടൊക്കെയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. താങ്ക് യു.